സെപ്റ്റംബർ 29 ഹൈക്കോടതിയുടെ വേറെ വിധിയുണ്ടല്ലോ, നാളികേര കോൺട്രാക്റ്റും പുഷ്പം കോൺട്രാക്റ്റും റദ്ദ് ചെയ്തുകൊണ്ടുള്ളൊരു വിധി ദേവസ്വം ബോർഡിൻ്റെ. എൻ്റെ അവസാന പാരഗ്രാഫ് എടുത്തൊന്ന് വായിച്ചു നോക്ക്, അപ്പോൾ കൃത്യം മനസ്സിലാവും. അവസാനത്തെ പാരഗ്രാഫ്, അതായത് സുതാര്യമല്ലാതെയാണ് കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റ് അനുവദിച്ചത് സുതാര്യമല്ലാതെ. അപ്പം കള്ളക്കച്ചവടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുഷ്പം കോൺട്രാക്റ്റും നാളികേര കോൺട്രാക്റ്റും റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതി വിധി 29 ഹൈക്കോടതി വിധിയിലെ അവസാനത്തെ പാരഗ്രാഫ് എടുത്ത് വായിച്ചു നോക്കുക. അപ്പം അറിയാം ദേവസ്വം ബോർഡ് അന്ന് രാജിവെക്കണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണ്ടായിരുന്നു അന്ന്. അതൊക്കെ ചെയ്തോട്ടെ. ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ. ഈ സമഗ്രം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ പറയുക, ഇപ്പോഴത്തെ വിഷയം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം, ബന്ധപ്പെട്ടവർ രാജിവെക്കണം. എന്നിട്ട് ഇനി വിശാലമായോ സമഗ്രമായോ ഇനി ശബരിമല ഉണ്ടായ കാലം മുതലുള്ള അന്വേഷണമൊക്കെ നടത്തിക്കോ. പക്ഷെ ഇത് ക്ലിയർ കേസാണ്. അല്ല, ഉറപ്പാണല്ലോ. അല്ല, അത് അവർ തന്നെ പറയണ്ടല്ലോ ഇയാളാണ് കുഴപ്പം, ഇയാളാണ് പ്രശ്നം എന്നിപ്പോൾ അവർ തന്നെ സമ്മതിക്കണ്ടല്ലോ. അത് ഇതിൽ സ്വന്തം ആളുകൾക്ക് അതിൽ പങ്കുള്ളതുകൊണ്ട്. ഞങ്ങൾ എങ്ങനെയാ അറിയണത്? നിങ്ങളാരെങ്കിലും അറിഞ്ഞ? എന്തൊരു ചോദ്യം. അല്ലല്ല ഇപ്പോഴേ അതെങ്ങനെ പ്രതിപക്ഷത്തിന്റെ പരിപാടി മറ്റേ ശബരിമലയിൽ സ്വർണം നടത്തിയത് അന്വേഷിക്കലാണ്? നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണേ? നിങ്ങളാരെങ്കിലും അറിഞ്ഞോ മാധ്യമപ്രവർത്തകർ? ഇത് ഹൈക്കോടതി പറയണ കേക്ക് ചോദിച്ചാനുള്ള മറുപടിയാണ് പറയണം. അതിൻ്റെ ഇടയിൽ കയറി ചോദിക്കല്ലേ, അതൊക്കെ മര്യാദയാണ്. ചോദിച്ചല്ലോ, താങ്കൾ ചോദിക്കുക, ഞാൻ കേട്ടുന്നില്ല. ഇവിടെ പ്രതിപക്ഷം എങ്ങനെയാണ് അറിയണത്? 22 ഈ വിജിലൻസിൻ്റെ ഫൈൻഡിങ് ഇത് ഒരു കുഞ്ഞറിഞ്ഞിട്ടില്ല, ഇത് മൂടി വച്ചിരിക്കുകയാണ്. ഇത് ഹൈക്കോടതി പരിശോധിച്ചപ്പോഴാണ് ഇത് പുറത്തറിയണത്. നിങ്ങൾ ഞങ്ങളെക്കാളും മുമ്പ് അറിയുന്ന ആളുകളാണല്ലോ. ഒറ്റ മാധ്യമങ്ങൾ അറിഞ്ഞില്ലല്ലോ. ശബരിമല കേന്ദ്രീകരിച്ച് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ. ഇത് ഹൈക്കോടതി ഇത് പരിശോധിച്ചപ്പോഴാണ് ഈ വിഷയം പുറത്തു വന്നത്. എനിക്ക് വേറെ മറ്റേ കവടി നിരത്തലോ ജ്യോതിഷമൊന്നുമില്ല ഇതറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായ ആണ്? അല്ല, അത് വളരെ ഗൗരവമുള്ള ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ശ്രീ അയ്യപ്പൻ്റെ ഭക്തർ കൊടുത്ത സ്വർണം കവർച്ച ചെയ്താണ്. കവർച്ചയാണിത്, കൊള്ള. അതിന് നോ കോംപ്രമൈസ്. അതിനെ ലഘൂകരിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും ലഘൂകരിക്കാൻ പറ്റില്ല. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഞാൻ അതൊക്കെ വിശാലമായ അർത്ഥത്തിലേക്ക് അത് കൊണ്ടുപോകണ്ട. ഞാൻ ഈ സമഗ്രവും വിശാലവും വേണ്ട. അപ്പം എന്താണെന്ന് അറിയാമോ, ഇത് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് ഡയലൂട്ട് ചെയ്യണ്ട. അയ്യപ്പൻ്റെ സ്വർണം കവർച്ച ചെയ്തു, കൃത്യമാണ്, ഫൈൻഡിങ് ഉണ്ട്. ഹൈക്കോടതിയുടെ ഇതിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സ്വർണം പൂശാൻ വേണ്ടി ദേവസ്വം ബോർഡിൽ നിന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സംഭവം 40 ദിവസം എവിടെയായിരുന്നു? ആരുടെ കയ്യിലായിരുന്നു? ഈ ദ്വാരപാലക ശില്പം എവിടെയായിരുന്നു? പീഠം എവിടെയായിരുന്നു? ആരുടെ കയ്യിലായിരുന്നു? ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ അക്കമ്പനി ചെയ്തെന്നൊക്കെയല്ലേ പറഞ്ഞത് കൂടെ. അപ്പോൾ ഈ സ്പോൺസറുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഈ ദേവസ്വം ബോർഡ് അധികൃതർ അക്കമ്പനി ചെയ്തപ്പോൾ ഈ സാധനം എവിടെ പോയി? ഇവരെല്ലാം കൂടി കൂട്ടുന്നുകൊണ്ടുള്ള ഏർപ്പാടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പറയണ്ടല്ലോ, ഈ പ്രാവശ്യം കൊണ്ടുപോയപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആരും ഉണ്ടായില്ല, മറ്റേ ആൾ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയത്, ഉണ്ണികൃഷ്ണൻ പോയിട്ട്. ഇപ്പോൾ കൊണ്ടുപോയപ്പോൾ ദേവസ്വം ജീവനക്കാർ ഇതിനെ അക്കമ്പനി ചെയ്തു എന്ന് പറഞ്ഞു. ഈ ദേവസ്വം ജീവനക്കാർ ഇത് സൂക്ഷിച്ചു നോക്കി കൂടെ നടന്ന് അക്കമ്പനി ചെയ്തെങ്കിൽ ഇതെങ്ങനെ സ്പോൺസറിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയി? എങ്ങനെ പോയി? ഉറപ്പായിട്ട് പോവും. ഞങ്ങളിപ്പോൾ പരിപാടികൾ നാളെ KPCC പ്രഖ്യാപിക്കും. സമഗ്ര അന്വേഷണമാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതിയുടെ നിയന്ത്രണത്തിൽ, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഉള്ള ഹൈക്കോടതിയെ ആണ് അഭിനന്ദിക്കേണ്ടത് ഇക്കാര്യത്തിൽ. അത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത്. ഹൈക്കോടതി ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിഷയം പുറത്തു കൊണ്ടില്ല. ഞാൻ ഹൈക്കോടതിയെ പ്രത്യേകമായി അഭിനന്ദിക്കുക. നല്ല സൂക്ഷ്മമായ നിരീക്ഷണമാണ് അവർ നടത്തിയിരിക്കുന്നത്. അതിലൂടെയാണ് പുറത്തു വന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കട്ടെ. അല്ലാതെ ഞാൻ പറഞ്ഞതല്ലെന്ന്, ഞാനല്ല പറഞ്ഞത്. ഇത് ഫൈൻഡിങ് ആണ്.
അത്രയും സ്വർണത്തിൻ്റെ കുറവുണ്ടെന്ന് ദേവസ്വത്തിൻ്റെ തന്നെ വിജിലൻസിൻ്റെ ഫൈൻഡിംഗ് ആണ്. ഞാനാണ് പറയണത്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് എന്താ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയണത്. അത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി കൂടി വായിച്ചു നോക്ക്. അവിടെ ഫൈൻഡിംഗ് ഉണ്ട്. ദേവസ്വത്തിൻ്റെ വിജിലൻസിൻ്റെ ഫൈൻഡിംഗ് ആണ് എത്ര കിലോ സ്വർണം കുറവുണ്ടെന്ന്. ഇപ്പോൾ ഒരുപാട് സാധനം കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത്. 30 കിലോ സ്വർണം UB ഗ്രൂപ്പ് കൊടുത്തതിൽ എത്ര സ്വർണം ഇപ്പോൾ ബാക്കിയുണ്ട്? ഈ 5 അല്ലാതെ വേറെ എത്ര? ഇതിപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമാണ് 5ൻ്റെ കുറവ് വിജിലൻസ് പറഞ്ഞേക്കണത്. ബാക്കി ഒരുപാട് ചെമ്പുപാളിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെന്താ പറയുക, അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പുതിയ സാങ്കേതിക വിദ്യ സ്വർണം പൂശാൻ. പുതിയ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത എന്താ? ആ സാങ്കേതിക വിദ്യ അനുസരിച്ച് സ്വർണം പൂശിയാൽ പിന്നീട് വേണമെങ്കിൽ സ്വർണവും ചെമ്പും വേർപെടുത്താം. അപ്പോൾ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. എപ്പോൾ സ്വർണം അടിച്ചു മാറ്റണമെങ്കിലും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെമ്പിന്മേൽ പൂശിയ സ്വർണം അടിച്ചു മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഇത്ര ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്.